താരസംഘടനയായ അമ്മയെ ഇനി വനിതകൾ നയിക്കും. നോക്കാം പ്രധാന വാർത്തകൾ. രാജ്യം 79ാം സ്വാതന്ത്ര്യദിന നിറവിൽ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്തവർക്ക് ആദരം. ആണവായുധ ഭീഷണി മുഴക്കി വിരട്ടേണ്ട എന്ന് പാകിസ്ഥാനോട് പ്രധാനമന്ത്രി. ആത്മനിർഭർ ഭാരതാണ് ഇന്ത്യയുടെ വഴിയെന്നും ഡോളറിനെയും പൗണ്ടിനെയും ആശ്രയിക്കേണ്ടെന്നും മോദി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര സർക്കാർ ഇറക്കിയ പോസ്റ്ററിനെ ചൊല്ലി വിവാദം. ഗാന്ധിജിക്ക് മുകളിലായി സവർക്കറുടെ ചിത്രം വെച്ചതിൽ വിമർശനം. സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിച്ചുവെന്ന് കോൺഗ്രസ്. ചെങ്കോട്ടയിലെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാതെ രാഹുലും ഖാർഗെയും. സങ്കുചിത മനസ്സുകളെന്ന് BJP. തനിക്കെതിരായ ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസിനുള്ളിലെ ഗൂഢാലോചനയെന്ന MR അജിത് കുമാർ. എതിർപ്പിന് കാരണം PV അൻവറിന്റെ വഴിവിട്ട ഇടപാടുകൾക്ക് വഴങ്ങാത്തത്. മൊഴിപ്പകർപ്പ് അമൃത ന്യൂസിന്. അൻവറിനെ കണ്ടത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമെന്ന് അജിത് കുമാർ. കൂടിക്കാഴ്ച സ്ഥിരീകരിച്ച് അൻവർ. താരസംഘടനയായ അമ്മയെ ഇനി വനിതകൾ നയിക്കും. പ്രസിഡന്റ് സ്ഥാനത്ത് ശ്വേത മേനോൻ. കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറി. ഉണ്ണി ശിവപാൽ ട്രഷറർ. വൈസ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ലക്ഷ്മിപ്രിയയും ജയൻ ചേർത്തലയും. മാറ്റത്തിന്റെ തുടക്കമാകട്ടെ എന്ന് മന്ത്രി സജി ചെറിയാൻ. യൂറോപ്പിൽ വീണ്ടും ഫുട്ബോൾ കാലം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിനും സ്പാനിഷ് ലീഗിനും ഇന്ന് ഇംഗ്ലണ്ടിൽ തുടക്കം. ആദ്യ പോരാട്ടം ലിവർപൂളും ബൗണിമത്തും തമ്മിൽ. സ്പാനിഷ് ലീഗിൽ ഇന്ന് ജിറോണയും റയോ വല്ലക്കാനോയും ഏറ്റുമുട്ടും. ാം സ്വാതന്ത്ര്യ ദിനത്തിൽ ചെങ്കോട്ടയിൽ പതാക ഉയർത്തി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യം സ്വയം പര്യാപ്തതയിലേക്ക് കുതിക്കുകയാണെന്നും 2047 വികസിത ഭാരതം യാഥാർത്ഥ്യമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ദീപാവലി സമ്മാനമായി GST പരിഷ്കരണം നടപ്പിലാക്കും. യുവാക്കൾക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുമെന്നും രാജ്യത്തിന് സ്വന്തമായി സമൂഹ മാധ്യമ പ്ലാറ്റ്ഫോമുകൾ വേണമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. രാഷ്ട്രപിതാവിന് ആദരമർപ്പിച്ച ശേഷം ചെങ്കോട്ടയിലെത്തിയ പ്രധാനമന്ത്രി 79ാം സ്വാതന്ത്ര്യദിനാഘോഷങ്ങളുടെ ഭാഗമായുള്ള പതാക ഉയർത്തി. തുടർന്ന് 104 മിനിറ്റ് നീണ്ടുനിന്ന പ്രസംഗത്തിൽ രാജ്യം ഇതുവരെ കൈവരിച്ചിട്ടുള്ള നേട്ടങ്ങളെക്കുറിച്ചും വികസിത ഭാരതത്തിലേക്കുള്ള യാത്രയെക്കുറിച്ചും പ്രധാനമന്ത്രി പറഞ്ഞു. ആത്മനിർഭർ ഭാരതാണ് രാജ്യത്തിന്റെ മുന്നോട്ടു പോക്കിന് കരുത്തു പകരുന്നത്. സ്വയം പര്യാപ്തതയിലേക്ക് എത്തിയാൽ 2047 വികസിത രാജ്യങ്ങളുടെ പട്ടികയിൽ ഭാരതം ഇടം പിടിക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. സാധാരണക്കാർക്ക് പ്രയോജനപ്പെടുന്ന തരത്തിൽ GST പരിഷ്കരണം നടപ്പിലാക്കും. हम नेक्स्ट जनरेशन GST रिफॉर्म्स लेकर के आ रहे हैं. ये दिवाली के अंदर आपके लिए तोहफा बन जाएंगे. सामान्य मानवी की जरूरतों के टैक्स भारी मात्रा में कम कर दिए जाएंगे. യുവാക്കൾക്കൊപ്പം സർക്കാരും താനും ഉണ്ടാകും. കൂടുതൽ തൊഴിലവസരങ്ങൾ യുവാക്കൾക്ക് വേണ്ടി സൃഷ്ടിക്കുമെന്നും സ്ത്രീകളുടെ ഉന്നമനത്തിനായി കൂടുതൽ പദ്ധതികൾ നടപ്പിലാക്കുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मेरे टैलेंटेड यूथ को, मेरे इंजीनियर्स को और प्रोफेशनल्स को और सरकार के हर विभागों को भी मेरा आह्वान है क्या हमारा अपना मेड इन इंडिया फाइटर जेट्स के लिए जेट इंजन हमारा होना चाहिए कि नहीं हो. സ്വയം പര്യാപ്തതയിലേക്ക് എത്തുമ്പോൾ ഡോളറിന്റെയും പൗണ്ടിന്റെയും പിന്നാലെ പോകേണ്ടി വരില്ല. സമൂഹ മാധ്യമങ്ങൾ ഉൾപ്പെടെ സ്വന്തം പ്ലാറ്റ്ഫോമുകൾ വേണമെന്നും പ്രധാനമന്ത്രി കൂട്ടിച്ചേർത്തു. സ്വന്തം ബഹിരാകാശ നിലയം സ്ഥാപിക്കുമെന്നും സെമി കണ്ടക്ടർ ചിപ്പുകൾ വിപണിയിൽ എത്തിക്കുമെന്നും നരേന്ദ്രമോദി വ്യക്തമാക്കി. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ പ്രതിനിധികൾ ഉൾപ്പെടെ 5000-ഓളം വിശിഷ്ട വ്യക്തികളാണ് ചെങ്കോട്ടയിൽ നടന്ന സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായത്. പാരാ ഒളിമ്പിക്സിൽ മെഡൽ നേടിയവരെയും ഖേലോ ഇന്ത്യ ഗെയിംസിൽ വിജയികളായവരെയും അഭിനന്ദിച്ചു. വിവിധ സേനാ വിഭാഗങ്ങളുടെ പ്രകടനം ആഘോഷ പരിപാടികൾക്ക് മാറ്റുകൂട്ടി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് രാജ്യവ്യാപകമായി കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത്. അമൃത ന്യൂസ്, ന്യൂഡൽഹി.
സ്വാതന്ത്ര്യദിന പ്രസംഗത്തിൽ പ്രധാനമന്ത്രി പാകിസ്ഥാനെതിരെ ആഞ്ഞടിച്ചു. ആണവായുധം കാട്ടി വിരട്ടേണ്ട എന്ന് മോദി പറഞ്ഞു. സിന്ധു നദീജല കരാർ റദ്ദാക്കിയത് പിൻവലിക്കില്ല എന്നും രക്തവും ജലവും ഒന്നിച്ചൊഴുകില്ല എന്നും പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ പറഞ്ഞു. ഓപ്പറേഷൻ സിന്ദൂറിന് നേതൃത്വം നൽകിയ ധീരജവാന്മാരെ പ്രധാനമന്ത്രി അഭിനന്ദിച്ചു. ഏറ്റവും സാധാരണക്കാരായ മനുഷ്യരെയാണ് പഹൽഗാമിൽ ഭീകരർ കൊലപ്പെടുത്തിയത്. മതം ചോദിച്ചാണ് സഞ്ചാരികളുടെ ജീവനെടുത്തത്. അതിനുള്ള മറുപടിയാണ് ഓപ്പറേഷൻ സിന്ദൂരിലൂടെ സൈന്യം നൽകിയത്. ഓപ്പറേഷൻ സിന്ദൂർ നടപ്പിലാക്കിയ സൈനികർക്ക് പ്രധാനമന്ത്രി ആദരമർപ്പിച്ചു. ऑपरेशन सिंदूर के वीर जाबाजों को सैल्यूट करने का अवसर मिला है. हमारे वीर जाबाज सैनिकों ने दुश्मनों को उनकी कल्पना से परे सजा दी है. ഭീകരവാദികൾക്ക് മാത്രമല്ല, അവരെ സംരക്ഷിക്കുന്നവർക്കുള്ള മറുപടി കൂടിയാണ് ഓപ്പറേഷൻ സിന്ദൂർ നൽകിയത്. ആണവായുധം കാട്ടി രാജ്യത്തെ ഭയപ്പെടുത്തേണ്ടെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. वो मानवता के समान दुश्मन है, उनके बीच कोई फर्क नहीं. अब भारत ने तय कर लिया है कि न्यूक्लियर की धमकियों को अब हम सहने वाले नहीं हैं. न्यूक्लियर ब्लैकमेल लंबे अरसे से चलाया, अब ब्लैकमेल नहीं सहा जाएगा. രാജ്യത്തിനെതിരെ ഭീഷണി ഉയർത്തിയ പശ്ചാത്തലത്തിലാണ് സിന്ധു നദീജല കരാർ റദ്ദാക്കിയത്. കർഷകരാണ് ജലത്തിന്റെ മുഴുവൻ അധികാരികൾ. അവരെ വെല്ലുവിളിച്ചതുകൊണ്ടാണ് ഇത്തരം തീരുമാനമുണ്ടായിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഇനി പുനരാലോചനയില്ലെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. मेरे देश के किसानों का अकल्पनीय नुकसान किया है. अब हिंदुस्तान के हक का जो पानी है उस पर अधिकार सिर्फ और सिर्फ हिंदुस्तान का है, हिंदुस्तान के किसानों का है. സ്വയം പര്യാപ്തത കൊണ്ടാണ് പാകിസ്ഥാന് മേൽ രാജ്യം വിജയം നേടിയത്. ആണവായുധ മേഖലയിലടക്കം ശക്തി വർദ്ധിപ്പിക്കാൻ രാജ്യത്തിന് കഴിഞ്ഞുവെന്നും പ്രധാനമന്ത്രി തന്റെ പ്രസംഗത്തിൽ കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, ന്യൂഡൽഹി. സ്വാതന്ത്ര്യദിനത്തോടനുബന്ധിച്ച് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം ഇറക്കിയ പോസ്റ്ററിനെ ചൊല്ലി വിവാദം. ഗാന്ധിജിക്ക് മുകളിലായി സവർക്കറുടെ ചിത്രം വച്ചതാണ് വിമർശനങ്ങൾക്ക് കാരണം. രാജ്യത്തെ സ്വാതന്ത്ര്യ സമര സേനാനികളെ അപമാനിക്കുന്നതാണ് ഇത്തരം നീക്കമെന്നാരോപിച്ച് കോൺഗ്രസ് രംഗത്തെത്തി. ചെങ്കോട്ടയിൽ നടന്ന സ്വാതന്ത്ര്യദിനാഘോഷങ്ങളിൽ പങ്കെടുക്കാതെ ലോക്സഭയിലെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും പാർട്ടി അധ്യക്ഷൻ മല്ലികാർജ്ജുന ഖാർഗെയും. രാഹുൽ ഗാന്ധി ഡൽഹിയിലെ ഇന്ദിരാഭവനിലും മല്ലികാർജ്ജുന ഖാർഗെ കോൺഗ്രസ് ആസ്ഥാനത്തും സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികളിൽ പങ്കെടുത്തു. സോഷ്യൽ മീഡിയയിലൂടെ ഇരു നേതാക്കളും ജനങ്ങൾക്ക് സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നു. അതേസമയം ഇരുവരും ആഘോഷ പരിപാടിയിൽ നിന്നും വിട്ടുനിന്നതിനെ BJP വിമർശിച്ചു. ഇരുവർക്കും സങ്കുചിത മനസ്സാണെന്നും BJP കുറ്റപ്പെടുത്തി. രാജ്യത്തെ ജനാധിപത്യം ധ്വംസിക്കപ്പെടരുതെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വർഗീയ ശക്തികൾ ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തുകയാണ്. അതിനെ ഒറ്റ മനസ്സോടെ ചേർത്ത് തോൽപ്പിക്കാൻ കഴിയണമെന്നും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന ചടങ്ങിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തി. രാജ്യത്തിന്റെ 79ാമത് സ്വാതന്ത്ര്യദിനാഘോഷങ്ങൾക്ക് തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ മുഖ്യമന്ത്രി ദേശീയ പതാക ഉയർത്തിയതോടെയാണ് തുടക്കമായത്. ജാതിയും മതവും പറഞ്ഞ വർഗീയ ശക്തികൾ രാജ്യത്തിന്റെ ജനാധിപത്യത്തെ തകർക്കാൻ ശ്രമിക്കുകയാണ്. അതിനെ ഒറ്റ മനസ്സോടെ ചെറുക്കാൻ കഴിയണം. ഭരണഘടനയിലെ സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതനിരപേക്ഷത, സോഷ്യലിസ്റ്റ് സങ്കല്പം എന്നിവ നിർബന്ധമായും നടപ്പാക്കിയെടുക്കാനുള്ളതാണെന്നും ചർച്ചയ്ക്ക് വിഷയമാക്കാനുള്ളതല്ലെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ഇന്ത്യ എന്ന വികാരത്തെ ഛിദ്രമാക്കാനുള്ള ശ്രമങ്ങൾ ശക്തിപ്പെടുത്തി വരുന്നു. ഇതിനെയെല്ലാം എല്ലാ വേർതിരിവുകൾക്കും അതീതമായി ഒറ്റ മനസ്സായി ചെറുത്തു തോൽപ്പിക്കാൻ നമുക്ക് കഴിയണം. സ്വാതന്ത്ര്യം, ജനാധിപത്യം, മതനിരപേക്ഷത, സോഷ്യലിസ്റ്റ് സങ്കല്പം തുടങ്ങിയ ഭരണഘടനാ മൂല്യങ്ങളാണ് നിർബന്ധമായും നടപ്പാക്കിയെടുക്കാനുള്ളതാണ്, ചർച്ചയ്ക്ക് വിഷയമാക്കാനുള്ളതല്ല. ജനങ്ങളുടെ ക്ഷേമവും വികസനവും ശക്തിപ്പെടുത്തി മുന്നോട്ടു പോവുകയാണ് സംസ്ഥാന സർക്കാരെന്നും മുഖ്യമന്ത്രി സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ പറഞ്ഞു. തുടർന്ന് വിവിധ സേനാ വിഭാഗങ്ങളുടെ അഭിവാദ്യം മുഖ്യമന്ത്രി സ്വീകരിച്ചു.
28 സേനാ വിഭാഗങ്ങളും NCC, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ് പ്ലാറ്റൂണുകളും പരേഡിൽ പങ്കെടുത്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് ജയേഷ് വി നയിക്കുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിക്ക് അഭിവാദനം അർപ്പിച്ച് കടന്നു പോകുന്നത് തിരുവനന്തപുരം സിറ്റി പോലീസ്. വിശിഷ്ട സേവനത്തിനുള്ള രാഷ്ട്രപതിയുടെ മെഡലുകളും വിവിധ പുരസ്കാരങ്ങളും ചടങ്ങിൽ മുഖ്യമന്ത്രി സമ്മാനിച്ചു. തലസ്ഥാനത്തെ വിവിധ സ്കൂളുകളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ ദേശഭക്തി ഗാനങ്ങളും ചടങ്ങിൽ ആലപിച്ചു. അമൃത ന്യൂസ്, തിരുവനന്തപുരം. ജില്ലാ ആസ്ഥാനങ്ങളിൽ മന്ത്രിമാർ പതാക ഉയർത്തി. വിവിധ സേനാ വിഭാഗങ്ങൾ പങ്കെടുത്ത പരേഡുകളിൽ മന്ത്രിമാർ അഭിവാദ്യം സ്വീകരിച്ചു. കൊല്ലത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചത്. വിദ്യാഭ്യാസത്തിലൂടെയും സാമൂഹ്യ ഇടപെടലുകളിലൂടെയും ഭരണഘടനാ മൂല്യങ്ങൾ വരും തലമുറയ്ക്ക് പകർന്നു നൽകണമെന്ന് മന്ത്രി പറഞ്ഞു. പത്തനംതിട്ട കാത്തോലിക്കേറ്റ് കോളേജ് മൈതാനിയിൽ മന്ത്രി വീണ ജോർജ് പതാക ഉയർത്തി സല്യൂട്ട് സ്വീകരിച്ചു. നമ്മെ ബന്ധിപ്പിക്കുന്നതും ഒന്നിച്ചു നിർത്തുന്നതും നമ്മുടെ ഭരണഘടനയാണെന്നും കേരള സംസ്ഥാനം അസമത്വത്തിനെതിരെയും അനീതിക്കെതിരെയുമാണ് പടപൊരുതുന്നതെന്നും മന്ത്രി പറഞ്ഞു. ആലപ്പുഴയിൽ മന്ത്രി സജി ചെറിയാനാണ് പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചത്. കോട്ടയത്ത് മന്ത്രി ജെ ചിഞ്ചുറാണി പതാക ഉയർത്തി. പോലീസ് ഗ്രൗണ്ടിൽ നടന്ന പരേഡിൽ വിവിധ സേനാ വിഭാഗങ്ങളുടെ സല്യൂട്ട് സ്വീകരിച്ച മന്ത്രി പരേഡിലെ മികച്ച പ്ലാറ്റൂണുകൾക്ക് സമ്മാനദാനവും നിർവഹിച്ചു. ഇടുക്കി IDA ഗ്രൗണ്ടിൽ ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. എറണാകുളം കാക്കനാട് സിവിൽ സ്റ്റേഷൻ മൈതാനത്ത് മന്ത്രി P രാജീവ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. തൃശൂർ തേക്കിൻകാട് മൈതാനത്ത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി R ബിന്ദുവാണ് പതാക ഉയർത്തിയത്. കോരിച്ചൊരിയുന്ന മഴയിലും ആവേശം ചോരാതെയായിരുന്നു പരിപാടികൾ. പാലക്കാട് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിൽ മന്ത്രി MB രാജേഷ് പതാക ഉയർത്തി. മലപ്പുറം MSP മൈതാനത്ത് നടന്ന സ്വാതന്ത്ര്യദിന പരേഡിൽ റവന്യൂ മന്ത്രി K രാജനാണ് ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചത്. വിവിധ സേനാ വിഭാഗങ്ങളും NCC, സ്കൗട്ട് പ്ലാറ്റൂണുകളും പരേഡിൽ അണിനിരന്നു. കോഴിക്കോട് വിക്രം മൈതാനത്ത് പൊതുമരാമത്ത് മന്ത്രി PA മുഹമ്മദ് റിയാസ് ദേശീയ പതാക ഉയർത്തി. ഇന്ത്യയുടെ വൈവിധ്യങ്ങളെ തച്ചുടച്ച് ഏകതകളിലേക്ക് ചുരുക്കാനുള്ള ഒരു ശ്രമവും അനുവദിക്കില്ലെന്ന് മന്ത്രി പറഞ്ഞു. കണ്ണൂർ പോലീസ് ഗ്രൗണ്ടിൽ മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളിയാണ് പതാക ഉയർത്തിയത്. കാസർഗോഡ് മുനിസിപ്പൽ സ്റ്റേഡിയത്തിൽ വൈദ്യുത വകുപ്പ് മന്ത്രി K കൃഷ്ണൻകുട്ടി ദേശീയ പതാക ഉയർത്തി അഭിവാദ്യം സ്വീകരിച്ചു. ചടങ്ങിൽ പത്മശ്രീ പുരസ്കാര ജേതാവ് സത്യനാരായണ ബിളേരിയെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് അമൃത TV. കൊച്ചി അമൃത ആശുപത്രിയിൽ 79ാം സ്വാതന്ത്ര്യദിനം ആഘോഷിച്ചു. മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരിയുടെ സാന്നിധ്യത്തിൽ അമൃത സ്കൂൾ ഓഫ് മെഡിസിൻ പ്രിൻസിപ്പൽ ഡോക്ടർ ഗിരീഷ് കുമാർ KP ദേശീയ പതാക ഉയർത്തി. मिट्टी की जो खुशबू कैसा മാതാ അമൃതാനന്ദമയി മഠത്തിന്റെ യുവജന വിഭാഗമായ ഐദ് എറണാകുളം യൂണിറ്റിന്റെയും അമൃത വിദ്യാലയത്തിന്റെയും നേതൃത്വത്തിൽ ജനനി ജന്മഭൂമി സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടി സംഘടിപ്പിച്ചു. പൂർവ്വ സൈനികരെയും സൈനിക ഉദ്യോഗസ്ഥരെയും ചടങ്ങിൽ ആദരിച്ചു. ഓപ്പറേഷൻ സിന്ദൂറിന്റെ പശ്ചാത്തലത്തിൽ ഐദ് ഒരുക്കിയ ദേശഭക്തി ഗാനവും ചടങ്ങിൽ അവതരിപ്പിച്ചു. ഇന്ത്യയെ പരാജയപ്പെടുത്തുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ നമ്മുടെ ജവാന്മാർ കാണിച്ചു കൊടുത്തു എന്ന് മാതാ അമൃതാനന്ദമയി മഠം ജനറൽ സെക്രട്ടറി സ്വാമി പൂർണ്ണാമൃതാനന്ദപുരി പറഞ്ഞു. ലോകത്തിന്റെ ഹൃദയമാണ് നമ്മുടെ രാജ്യമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ഹൃദയമാണ്. ലോകത്തിന് ഭാരതത്തെ ആശ്രയിച്ചാണ് ലോകത്തിൻ്റെ വളർച്ച, ഭാരതത്തെ ആശ്രയിച്ചാണ് ലോകത്തിൻ്റെ സ്വസ്ഥത. ലോകത്തിൻ്റെ സിരകളിലേക്ക് ആത്മീയ ശക്തി പ്രസരിപ്പിക്കുന്ന ഹൃദയഭാഗമാണ് ഭാരതം. ഇന്ത്യയെ പരാജയപ്പെടുത്തുക അത്ര എളുപ്പമല്ലെന്ന് പ്രത്യേകിച്ചും നമ്മുടെ ജവാന്മാർ അത് കാണിച്ചു കൊടുത്തു. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ അത് കാണിച്ചു കൊടുത്തു.
ലോകത്തിലെ ഒരു ശക്തിക്കും ഭാരതത്തെ ഒന്നും ചെയ്യാൻ സാധിക്കില്ല. കാരണം ഇവിടെ ഇത് ധീരന്മാരുടെ നാട് കൂടിയാണെന്ന്, ഭീരുക്കളുടെ നാടല്ല എന്ന് കാണിച്ചു കൊടുത്തു. മറ്റു വാർത്തകൾ നോക്കിയാൽ കോൺഗ്രസ് ഉന്നയിച്ച കാര്യങ്ങൾ ഗൗരവമുള്ളതാണെന്ന് BJP തന്നെ സമ്മതിക്കുന്നുവെന്ന് AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ MP. വോട്ട് ക്രമക്കേട് വസ്തുതാപരമെന്ന് തെളിഞ്ഞു. രാഹുൽ ഗാന്ധി മാപ്പ് പറയണമെന്ന് വീണ്ടും ആവർത്തിക്കുന്നു. എന്നാൽ അനുരാഗ് ഠാക്കൂർ തെറ്റ് ഏറ്റുപറയുവാനുള്ള മാന്യത കാണിക്കണം. അനുരാഗ് ഠാക്കൂർ എന്ന പേര് അപൂർവമായിരിക്കും. എന്നാൽ കേരളത്തിലെ പേരുകൾ അങ്ങനെയല്ല. പല പേരുകളും ഒരുപാട് പേർക്കുണ്ട്. അല്പമെങ്കിലും ഗൃഹപാഠം നടത്തി വേണ്ടേ ആരോപണം ഉന്നയിക്കാനെന്നും KC കുറ്റപ്പെടുത്തി. തെളിവുകളടക്കം, വ്യക്തമായ തെളിവുകളടക്കം മാധ്യമങ്ങളൊക്കെ അന്വേഷിച്ച് സത്യമാണെന്ന് തെളിഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ ഉന്നയിച്ച് വീണ്ടും വീണ്ടും ഈ കാര്യം ആവശ്യപ്പെടുമ്പോഴും രാഹുൽ ഗാന്ധിയോട് ഇലക്ഷൻ കമ്മീഷൻ നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. സത്യപ്രതിജ്ഞ ചെയ്യണം, രാഹുൽ ഗാന്ധി മാപ്പ് വരണം, ഇതൊക്കെ അവർ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ അനുരാഗ് താക്കൂർ എന്നുള്ള പേര് വളരെ അപൂർവമായിരിക്കും. എൻ്റെ പാർലമെൻറ്റിലെ സഹപ്രവർത്തനാണ്. അത് ചിലപ്പോൾ ഒരു പഞ്ചായത്തിലൊക്കെ ഒരു പേരൊക്കെ ഉണ്ടാവുള്ളൂ, എനിക്കറിയില്ല അത് എന്താണ്. പക്ഷേ മൈമുനമാർക്ക് ഇവിടെ എല്ലാം വന്നു. ചന്ദ്രശേഖരനും വേണുഗോപാലും ആൻ്റണിയും ഹംസയൊക്കെ ഇവിടെ എല്ലാ ബൂത്തിലും ഇഷ്ടംപോലെ ഉണ്ടാവും. ഒരു കാര്യം ഉന്നയിക്കുമ്പോൾ ഞങ്ങൾക്ക് എതിരെ പറയാനാണെങ്കിൽ പോലും അല്പം ഗൃഹപാഠം ചെയ്യണ്ടേ? ഇത് സത്യത്തിൽ കേരളത്തെയും വയനാടിനെയും അപമാനിക്കുകയല്ലേ ചെയ്തവർ. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ MR രാജിത് കുമാർ വിജിലൻസിന് നൽകിയ മൊഴിയുടെ പകർപ്പ് പുറത്ത്. ആരോപണങ്ങൾക്ക് പിന്നിൽ പോലീസ് ഉദ്യോഗസ്ഥർ നടത്തിയ ഗൂഢാലോചനയെന്നും അൻവറുമായി നടത്തിയ കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമെന്നും മൊഴിയിൽ വ്യക്തമാക്കുന്നു. കൂടിക്കാഴ്ച നടത്തിയതായി PV അൻവറും സ്ഥിരീകരിച്ചു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ക്രമസമാധാന ചുമതലയിലുണ്ടായിരുന്ന മുൻ ADGPയും നിലവിലെ എക്സൈസ് കമ്മീഷണറുമായ MR രാജിത് കുമാർ വിജിലൻസിന് നൽകിയ മൊഴിയുടെ പകർപ്പാണ് അമൃത TVക്ക് ലഭിച്ചത്. തനിക്കെതിരായ അഴിമതി ആരോപണത്തിന് പിന്നിൽ മുൻ MLA PV അൻവറും പോലീസിനുള്ളിലെ ചില ഉദ്യോഗസ്ഥരുമാണെന്ന് വിജിലൻസിന് നൽകിയ മൊഴിയിൽ പറയുന്നു. മലപ്പുറം കേന്ദ്രീകരിച്ച് അൻവർ നടത്തിയ വഴിവിട്ട പ്രവർത്തനങ്ങൾക്ക് വഴങ്ങാത്തതാണ് ആരോപണങ്ങൾക്ക് പിന്നിലെ കാരണം. തനിക്കെതിരായ വ്യാജരേഖകൾ ചമച്ചത് പോലീസിനുള്ളിൽ നിന്നു തന്നെയാണ്. PV അൻവറുമായുള്ള കൂടിക്കാഴ്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ നിർദ്ദേശപ്രകാരമായിരുന്നുവെന്നും മൊഴിയിൽ പറയുന്നു. ഫ്ളാറ്റ് മറിച്ചുവിറ്റതിൽ തനിക്ക് ലാഭം ലഭിച്ചിട്ടില്ലെന്നും കവടിയാറിലെ ഭൂമി ഭാര്യയുടെ പിതാവ് നൽകിയതാണെന്നും മൊഴിയിൽ വ്യക്തമാക്കുന്നു. ആഡംബര ഭവനത്തിന്റെ നിർമ്മാണം നടത്തുന്നത് താനല്ലെന്നും ഭാര്യയ്ക്ക് പിതാവ് നിർമ്മിച്ചു നൽകുന്നതാണെന്നും ഇക്കാര്യത്തിൽ സർക്കാർ ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ സർക്കാരിന് എഴുതി നൽകിയിട്ടുണ്ടെന്നും മൊഴിയിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. MR അജിത് കുമാറുമായി തിരുവനന്തപുരം പട്ടത്ത് സുഹൃത്തിന്റെ വീട്ടിൽ വെച്ച് കൂടിക്കാഴ്ച നടത്തിയതായി PV അൻവറും സ്ഥിരീകരിച്ചു. PV അൻവർ വഴിവിട്ട് എന്താണ് ആവശ്യപ്പെട്ടത് അദ്ദേഹം പറയട്ടെ, അതിന് ഉപോത്ബലകമായ തെളിവ് അദ്ദേഹം കൊണ്ടുവരട്ടെ. ഇപ്പോൾ എല്ലാം കഴിഞ്ഞിപ്പോൾ ഒരു വർഷം കഴിയുമ്പോൾ ഇപ്പോഴാണോ ഈ മൊഴി കൊടുക്കുമ്പോഴാണ് അത് പറയേണ്ടത്? അന്ന് പറയേണ്ടത് അദ്ദേഹം. അങ്ങനെ വഴിവിട്ട് എന്തെങ്കിലും കാര്യം ഞാൻ ആവശ്യപ്പെട്ട് ചെയ്തു കൊടുത്തില്ലെങ്കിൽ ഇത്രയും കാലത്തിൻ്റെ ഇടയ്ക്ക് എത്ര ഘട്ടത്തിൽ അദ്ദേഹത്തിന് പറയാമായിരുന്നു. അജിത് കുമാറിന് ഏത് അദൃശ്യ ശക്തിയുടെ സ്വാധീനത്തിലാണ് സർക്കാർ ക്ലീൻ ചീറ്റ് നൽകിയതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു. സർക്കാരിന് വേണ്ടി RSS നേതാക്കളുമായി ചർച്ച നടത്തിയതിന്റെ ഇടനിലക്കാരൻ MR അജിത് കുമാറാണെന്നും പ്രതിപക്ഷ നേതാവ് ആരോപിച്ചു. കോടതി അദൃശ്യ ശക്തി എന്ന് പറയുന്നത് ഈ സർക്കാരിനെ നിയന്ത്രിക്കുന്ന, പോലീസിനെ നിയന്ത്രിക്കുന്ന, സ്വന്തക്കാർക്ക് വേണ്ടി, ഇഷ്ടക്കാർക്ക് വേണ്ടി എന്തും ചെയ്തു കൊടുക്കുന്ന ഒരു സംവിധാനം, ഒരു അദൃശ്യ ശക്തി ഈ ഗവൺമെന്റിന്റെ മറവിൽ ഒളിച്ചിരിപ്പുണ്ട് എന്നതാണ് യാഥാർത്ഥ്യം. താരസംഘടനയായ അമ്മയുടെ പ്രസിഡന്റായി ശ്വേത മേനോനെ തെരഞ്ഞെടുത്തു. ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിത അമ്മ സംഘടനയുടെ പ്രസിഡന്റ് ആകുന്നത്. വിവാദങ്ങളും ആരോപണങ്ങളും സജീവമായ തെരഞ്ഞെടുപ്പിൽ ദേവനെ പരാജയപ്പെടുത്തിയാണ് ശ്വേത മേനോൻ വിജയം നേടിയത്. കുക്കു പരമേശ്വരനാണ് അമ്മയുടെ ജനറൽ സെക്രട്ടറിയായി തെരഞ്ഞെടുക്കപ്പെട്ടത്. ട്രഷററായി ഉണ്ണി ശിവപാൽ തെരഞ്ഞെടുക്കപ്പെട്ടു. കിട്ടിയ വോട്ട് 132, ശ്വേത മേനോൻ 159, invalid votes 6 Shweta Menon declared elected as president. അടുത്തത് പ്രസിഡന്റ് ഇലക്ഷനാണ്, റിസൾട്ടാണ്. ജയൻ R and Lakshmi Priya declared elected as vice president. അടുത്തത് ജനറൽ സെക്രട്ടറി കുക്കു പരമേശ്വരൻ 172, രവീന്ദ്രൻ 115.
Kukku Parameswaran declared elected as General Secretary. I'm feeling very happy. പക്ഷേ ഞാൻ സത്യം പറയാണ്, നമ്മളുടെ പേട്രൻസ് ആയ മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി ഇല്ലെങ്കിൽ നമ്മൾക്ക് അവരുടെ സപ്പോർട്ട് ഇല്ലാതെ അമ്മയ്ക്ക് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. നമുക്ക് അവർ വേണം. ആൻഡ് അവർ നമ്മളെ പേട്രനൈസ്, നമ്മൾ എല്ലാവരും അവരെ പേട്രൻസ് ആയിട്ട് തന്നെയാണ് കരുതുന്നത്. സോ ഓട്ടോമാറ്റിക്കലി ഐ വോണ്ട് ദെയർ ബ്ലെസ്സിങ്സ്. നമ്മുടെ ഗുരുക്കന്മാരെ എല്ലാവരും ബ്ലെസ്സിങ്സ് ആയിട്ട് തന്നെയാണ് ഇത് മുന്നോട്ട് ഞാൻ എടുക്കാൻ. ഐ എം സോ ഹാപ്പി. അശ്വതിയുണ്ട് ഈ വാർത്തയുടെ കൂടുതൽ വിശദാംശങ്ങളുമായി. അശ്വതി, ഈ 31 വർഷത്തെ ഈ സംഘടനയുടെ ഒരു ചരിത്രത്തിൽ ആദ്യമായാണ് ഒരു വനിതാ പ്രസിഡന്റ് ഈ ഒരു സ്ഥാനത്തേക്ക് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത്. മറ്റൊരു കാര്യം, പോളിംഗ് കുറവായിരുന്നു, ആ ഒരു ശതമാനം കുറവായിരുന്നുവെങ്കിലും ഈ പോരാട്ടത്തിന് വലിയൊരു വാശിയായിരുന്നു ഉണ്ടായിരുന്നത്, അല്ലേ? തീർച്ചയായും 31 വർഷങ്ങൾക്ക് ശേഷമാണ് ആ ഒരു പ്രസിഡന്റ് സ്ഥാനത്തേക്ക്, അത് ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനത്തേക്ക് ഒരു വനിത എത്തുന്നത്. അത് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മാത്രമല്ല, ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക്, ജോയിൻറ്റ് സെക്രട്ടറി തുടങ്ങിയ കീ പോസ്റ്റുകളിലേക്കൊക്കെ തന്നെ വനിതകളെ തിരഞ്ഞെടുത്തിരിക്കുന്നു എന്നതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് മലയാള സിനിമാ മേഖലയിലെ തന്നെ വളരെ പ്രാധാന്യമുള്ള ഒരു ദിവസം കൂടിയാണ്. നിരവധി ആരോപണങ്ങൾ വനിതകളുമായി ബന്ധപ്പെട്ട, അവരുടെ ജോലി സ്ഥലത്തെ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിട്ടുണ്ട്. അത് ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ കഴിഞ്ഞ 2-2.5 വർഷത്തിനിടയിലാണ് വന്നിട്ടുള്ളത്. അത് അമ്മ സംഘടനയെ വലിയ തോതിലാണ് ബാധിച്ചിട്ടുള്ളത്. അമ്മ സംഘടനയുടെ എല്ലാ വിധത്തിലുള്ള പ്രവർത്തനങ്ങളെ പോലും നിലയ്ക്കുന്ന രീതിയിലേക്ക് അതെത്തി. അത്രയധികം രൂക്ഷമായ ആരോപണങ്ങൾ, വിമർശനങ്ങളും ഒക്കെ തന്നെ ഉയർന്നു വന്നു. അങ്ങനെ നോക്കുമ്പോൾ അമ്മ സംഘടനയുടെ രാഷ്ട്രീയമായ ഒരു ഉടച്ചുവാർക്കൽ, ഒരു പൊളിറ്റിക്കൽ ഉടച്ചുവാർക്കൽ കൂടിയാണ് ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത്. അതിൽ പോളിംഗ് കുറഞ്ഞു എങ്കിലും വളരെ ശക്തമായി തന്നെ എല്ലാ അംഗങ്ങളും ശ്വേതാ മേനോനൊപ്പം നിന്നു. നേരത്തെ നാമനിർദ്ദേശ പത്രിക നൽകിയപ്പോൾ തന്നെ ജഗദീഷ് അടക്കമുള്ള ആളുകൾ മത്സര രംഗത്തേക്ക് വന്നിരുന്നു. ഏകദേശം 6 നാമനിർദ്ദേശ പത്രികകളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ അവർ ഒരു വനിത വരട്ടെ എന്ന ഒരു തീരുമാനത്തിൻ്റെ പുറത്ത് ആ നാമനിർദ്ദേശ പത്രികകൾ പിൻവലിക്കുകയാണ് ഉണ്ടായിരുന്നത്. പക്ഷേ നടൻ ദേവനാണ് ശക്തമായ ഒരു മത്സരം വേണം, ആ മത്സരത്തിന് ശേഷം മാത്രമേ ഒരു വനിത വരാൻ പാടുള്ളൂ, അങ്ങനെ വേണം വനിതകൾ മുന്നോട്ട് വരാൻ എന്നുള്ളൊരു തീരുമാനത്തിൽ അദ്ദേഹം മത്സര രംഗത്തേക്ക് വരികയായിരുന്നു. ശക്തമായ മത്സരം നടന്നു എന്ന് തന്നെയാണ് ദേവൻ അല്പം മുൻപ് പ്രതികരിച്ചിട്ടുള്ളത്. എല്ലാ പോസ്റ്റുകളിലേക്കും വലിയ മത്സരം ഇത്തവണയുണ്ടായി. കൂടുതൽ നാമനിർദ്ദേശ പത്രികകളുണ്ടായി. അങ്ങനെ അമ്മ തെരഞ്ഞെടുപ്പിൽ വളരെ ജനാധിപത്യമായ രീതിയിൽ വളരെയധികം നാമനിർദ്ദേശ പത്രികകളും ആളുകളും മുന്നോട്ട് വന്നു എന്നതും ഇത്തവണത്തെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഈ വനിതാ പ്രാതിനിധ്യം ഇത്രയധികം ഉണ്ടാവുക, അതും കീ പോസ്റ്റുകളിലേക്ക് വനിതകൾ ജയിച്ച് കയറുക എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. അതോടൊപ്പം തന്നെ ശക്തമായ മത്സരം എല്ലാ പോസ്റ്റുകളിലേക്കും ഉണ്ടായി എന്ന് പറയുന്നതും വളരെ പ്രധാനപ്പെട്ടതാണ്. അങ്ങനെ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പ് അമ്മ സംഘടനയെ സംബന്ധിച്ചിടത്തോളം ഒരു ലാൻഡ്മാർക്ക് തന്നെയാണ്. ഇത്രയും നാളുണ്ടായിരുന്ന രീതികളും മറ്റു കാര്യങ്ങളും ഒക്കെ അതിൽ നിന്നൊക്കെ ഒരു വ്യത്യസ്തമായ രീതിയിലേക്ക് അമ്മ സംഘടന, മലയാള സിനിമാ സംഘടനകൾ, അമ്മയിൽ മാത്രമല്ല എല്ലായിടത്തുമുണ്ട് എങ്കിൽ പോലും അമ്മയിൽ വലിയ രീതിയിൽ അത് ശക്തി കേന്ദ്രങ്ങളിലേക്ക് സ്ത്രീകൾ എത്തുന്നു. അങ്ങനെ വലിയ രീതിയിൽ ഒരു ചുവട് മാറി സഞ്ചരിക്കുന്നു. അങ്ങനെ ഒരു മാറ്റം ഇവിടെ ഉണ്ടാകുന്നു എന്നത് തന്നെയാണ്. നമുക്കറിയാം, നടി ആക്രമിക്കപ്പെട്ട സംഭവത്തിന് ശേഷം ഇങ്ങോട്ടേക്ക് വനിതകൾ ഈ സിനിമാ മേഖലയിൽ നേരിടുന്ന പ്രശ്നങ്ങളൊക്കെ വലിയ ചർച്ചയാകുന്നു. WCC പോലെയുള്ള ഒരു സംഘടന ഉയർന്നു വരുന്നു. നിരവധി ആരോപണങ്ങൾ, പ്രത്യാരോപണങ്ങൾ വരുന്നു. ഇതിനൊക്കെ ശേഷമാണ് ഇപ്പോൾ വലിയൊരു മാറ്റം ഈ സംഘടനയിൽ ഉണ്ടായിരിക്കുന്നത്. അത് വളരെ പ്രതീക്ഷയോടുകൂടിയാണ് അമ്മ സംഘടനയും ചലച്ചിത്ര പ്രവർത്തകരും പ്രേക്ഷകരും ഒക്കെ ഉറ്റുനോക്കുന്നത്. എല്ലാവരെയും ഒന്നിച്ചു പോകാനാണ് ശ്രമിക്കുന്നത്. എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന പ്രവർത്തനങ്ങൾ ഉണ്ടായിരിക്കും എന്നതാണ് ശ്വേതാ മേനോൻ അല്പം മുൻപ് പ്രതികരിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ എതിരായിട്ട് മത്സരിച്ചിട്ടുള്ള നടൻ ദേവനടക്കം എല്ലാവിധ പിന്തുണയും ഉണ്ടാകുമെന്നും വ്യക്തമാക്കി കഴിഞ്ഞു. അങ്ങനെ ഒരു വലിയ കൂട്ടായ്മ, ഒരുമിച്ചുള്ള ചില നിമിഷങ്ങൾ, അങ്ങനെ ഒരു പ്രതീതിയെങ്കിലും ഉണ്ടാക്കാൻ അമ്മ സംഘടനയ്ക്ക് കഴിയുന്നു എന്ന് തന്നെ വലിയ കാര്യമാണ്. എന്തായാലും എന്തൊക്കെ തരത്തിലുള്ള തീരുമാനങ്ങളായിരിക്കും ഇനി ഉണ്ടാവുക എന്ന കാര്യത്തിൽ ഇവരുടെ ആദ്യ മീറ്റിംഗ് കഴിഞ്ഞതിന് ശേഷം വ്യക്തമാക്കുമെന്നാണ് ശ്വേതാ മേനോൻ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും വലിയ ഒരു മാറ്റത്തിന് തന്നെ അമ്മ സംഘടന തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്നു എന്ന് തന്നെയാണ് ഇന്ന് കൊച്ചിയിൽ നമുക്ക് കാണാൻ സാധിച്ചിരിക്കുന്നത്. ശരി, അമ്മയെ നയിക്കാൻ ആദ്യമായി വനിതകൾ. വിശദാംശങ്ങൾ നൽകുകയായിരുന്നു അശ്വതി. താരസംഘടന അമ്മ തെരഞ്ഞെടുപ്പിൽ വിജയിച്ച പുതിയ ടീമിന് മന്ത്രി സജി ചെറിയാൻ വിജയാശംസകൾ നേർന്നു. സിനിമാ രംഗത്ത് മാറ്റങ്ങൾ കണ്ടു തുടങ്ങിയെന്നും നല്ല
ഭാവി മലയാള സിനിമയ്ക്ക് ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു. അമ്മയുടെ ഭാരവാഹികളായി വനിതകൾ വരണമെന്ന് പറയാൻ കാരണം സിനിമയിൽ വനിതകൾക്ക് അനുകൂല സാഹചര്യം ഉണ്ടാകുമെന്ന നിലയിലാണ്. ആദ്യമായാണ് വനിതകൾ ലീഡർഷിപ്പിലേക്ക് എത്തുന്നത്. ഏറ്റവും മിടുക്കിയായ സ്ത്രീയാണ് ശ്വേത. കുക്കു പരമേശ്വരനും സെക്രട്ടറി ആയതിൽ സന്തോഷം. പ്രൊഡ്യൂസേഴ്സിന്റെ മേഖലയിലും ഈ മാറ്റം ഉണ്ടാകണമെന്നും സജി ചെറിയാൻ പറഞ്ഞു. അമ്മയുടെ ഭാരവാഹികളായി വനിതകൾ വരണം എന്ന് ഞാൻ പറയാൻ കാരണം സിനിമാ രംഗത്ത് വനിതകൾക്ക് കൂടുതൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടെ ഞാൻ പറഞ്ഞു. എന്തായാലും മലയാള സിനിമയെ സ്നേഹിക്കുന്നവരൊക്കെ അതിന് അനുകൂലമായൊരു നിലപാട് ഇപ്പോൾ സ്വീകരിച്ചു. ശ്വേതാ മേനോനെ പ്രസിഡന്റാക്കി, വളരെ മിടുക്കിയായ കുക്കു പരമേശ്വരൻ ജനറൽ സെക്രട്ടറിയായി, നല്ല സിനിമാ രംഗത്ത് ഏറ്റവും നല്ല പ്രമുഖയായ ഒരു കഴിവുറ്റ ഒരു സ്ത്രീയാണ് പിന്നെ കുക്കു പരമേശ്വരൻ, ശ്വേതാ മേനോൻ. പിന്നെ അഷിബായ് ഇപ്പോൾ ട്രഷറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടു. വളരെ മിടുക്കിയ ഒരു കുട്ടിയാണ്. അപ്പോൾ അവരുടെ ടീം പ്രവർത്തിക്കട്ടെ. അവർക്ക് എല്ലാവിധമായ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് എല്ലാവിധമായ ഭാവുകങ്ങളും വിജയാശംസകളും ഞാൻ നേരുകയാണ്. ഈ നമ്മുടെ കേരളത്തിൽ സിനിമാ കോൺക്ലേവിൻ്റെ തുടർച്ചയായി സിനിമാ രംഗത്ത് മാറ്റങ്ങൾ കണ്ടു തുടങ്ങി എന്നതിൻ്റെ ഒരു തെളിവായിട്ടാണ് ഞാനിതിനെ കാണുന്നത്. തിയേറ്ററുകളിൽ ഈ ടിക്കറ്റ് സിസ്റ്റം വരുന്നതോടെ ടിക്കറ്റിന്റെ കാര്യത്തിൽ ഏകീകരണം ഉണ്ടാകുമെന്ന് മന്ത്രി സജി ചെറിയാൻ. എല്ലാ തിയേറ്ററിലും ടിക്കറ്റ് ഏകീകരണം ഉണ്ടാകും. ടിക്കറ്റിന് ഒരേ നിരക്കാക്കും. തിയേറ്ററുകളുടെ ഗ്രേഡ് നോക്കി ക്ലാസിഫിക്കേഷൻ ഉണ്ടാകും. ഗ്രേഡിന്റെ അടിസ്ഥാനത്തിലാകും ഈ ടിക്കറ്റ് ആപ്പ് രൂപകൽപ്പന ചെയ്യുക എന്നും സജി ചെറിയാൻ പറഞ്ഞു. ഈ ടിക്കറ്റിംഗ് സിസ്റ്റം വരുന്നതോടുകൂടി ടിക്കറ്റിങ്ങിൻ്റെ കാര്യത്തിൽ ഒരു ഏകീകരണം ഉണ്ടാകും. എത്ര പൈസ ടിക്കറ്റ് മേടിക്കണം, എത്ര പൈസ ടാക്സ് കൊടുക്കണം, എത്ര പൈസ ഗവൺമെൻറ്റിന് അതിൻ്റെ മറ്റ് ഭാഗമായിട്ട് കൊടുക്കണം, ഇതെല്ലാം സംബന്ധിച്ചൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓരോ തിയേറ്ററിനെയും ക്ലാസിഫിക്കേഷൻ അനുസരിച്ച് ക്ലാസിഫൈ ചെയ്തിട്ട് ഒരു ടിക്കറ്റ് ഏകീകരണം എല്ലാ തിയേറ്ററിലും വരും. തിയേറ്റർ ഉടമകൾക്ക് നഷ്ടം വരാത്തൊരു രൂപത്തിലായിരിക്കും. എന്നാൽ കാഴ്ചക്കാരന് വലിയ സാമ്പത്തിക ബുദ്ധിമുട്ടില്ലാതെ നല്ല സിനിമ കാണാനുള്ള സാഹചര്യം സൃഷ്ടിക്കും. അതാണ് കോൺക്ലേവിലെ പ്രധാനപ്പെട്ട ഒരു തീരുമാനമായി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുള്ളത്. കോഴിക്കോട് കൊയിലാണ്ടി ബാലുശ്ശേരി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന തോരായിക്കടവിൽ പുതുതായി നിർമ്മിക്കുന്ന പാലം തകർന്ന സംഭവത്തിൽ റിപ്പോർട്ട് ലഭിച്ച ഉടൻ നടപടി സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നിർമ്മാണത്തിൽ പോരായ്മയുണ്ടെങ്കിൽ സന്ധിയില്ലാതെ നടപടി സ്വീകരിക്കുമെന്നും മന്ത്രി പറഞ്ഞു. അതേസമയം പാലം നിർമ്മാണത്തിൽ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നു എന്ന് കാണിച്ച് KSU വിജിലൻസിന് പരാതി നൽകി. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് കൊയിലാണ്ടി ബാലുശ്ശേരി നിയോജക മണ്ഡലങ്ങളെ ബന്ധിപ്പിക്കുന്ന തോരായിക്കടവ് പാലം നിർമ്മാണത്തിനിടെ തകർന്നു വീണത്. പാലത്തിന്റെ 4ാം ഗാർഡറാണ് തകർന്നത്. കോൺക്രീറ്റ് ജോലികളും വെൽഡിംഗ് ജോലികളും നടക്കുന്നതിനിടെയായിരുന്നു അപകടം. പാലം തകർന്ന ശബ്ദം കേട്ട് തൊഴിലാളികൾ മാറിയതിനാൽ വൻ ദുരന്തം ഒഴിവായി. അതേസമയം കമ്പി ദേഹത്ത് വീണ് മേൽനോട്ട ചുമതലയുണ്ടായിരുന്ന സൂപ്പർവൈസർ മിഥുന് പരിക്കേറ്റു. ഇതിനിടെ പാലം നിർമ്മാണത്തിലെ അപാകതയാണ് അപകടത്തിന് കാരണമെന്നും 24 കോടി രൂപയുടെ അഴിമതി നടന്നിട്ടുണ്ടെന്നും കാണിച്ച് KSU വിജിലൻസിന് പരാതി നൽകി. കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തേണ്ടെന്ന കമ്പനിക്ക് പൊതുമരാമത്ത് വകുപ്പ് കുട പിടിച്ചെന്നാണ് KSUവിന്റെ ആരോപണം. അതേസമയം സംഭവത്തിൽ അടിയന്തരമായി അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തിയിട്ടുണ്ടെന്നും റിപ്പോർട്ട് വന്ന ഉടൻ നടപടിയുണ്ടാവുമെന്നും മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. അടിയന്തരമായി തന്നെ ഈ വിഷയവുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്താൻ ഉദ്യോഗസ്ഥനെ ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. KRFB PMU പ്രൊജക്ട് ഡയറക്ടർ അത് അന്വേഷിച്ച് റിപ്പോർട്ട് നൽകും. പോരായ്മ ഉണ്ടെങ്കിൽ ഒരു തരത്തിലുള്ള സന്ധ്യം ചെയ്യാത്ത നിലപാടായിരിക്കും എടുക്കുക. കർക്കശ നിലപാട് സ്വീകരിക്കും. ഇത്തരം കാര്യങ്ങൾ നേരത്തെ തന്നെ കർക്കശ നിർദ്ദേശം നൽകുന്നു. ഇതിന് പ്രത്യേക പരിശോധന നടത്താറുണ്ട്. എന്നിട്ടും വീഴ്ച വന്നിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ് നമ്മൾ അതിനോട് കോംപ്രമൈസ് ചെയ്യുക? ഒരു തരത്തിലും കോംപ്രമൈസ് ചെയ്യാൻ പറ്റില്ല. പൊതുമരാമത്ത് വകുപ്പിന്റെ പദ്ധതിയിൽ കേരള റോഡ് ഫണ്ട് ബോർഡാണ് പാലത്തിന്റെ പ്രധാന കരാർ ഏറ്റെടുത്തത്. തുടർന്ന് PMR എന്ന കമ്പനിക്ക് കരാർ നൽകുകയായിരുന്നു. നിയമ പോരാട്ടത്തിലൂടെയാണ് PMR കമ്പനി ULCCക്ക് ലഭിച്ച കരാർ നേടിയെടുത്തത്. 2 കമ്പനികളും 24 കോടി രൂപയുടെ എസ്റ്റിമേറ്റ് ആയിരുന്നു സമർപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അമൃത ന്യൂസ്, കോഴിക്കോട്. CPI പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ ആഭ്യന്തര വകുപ്പിനെതിരെ വിമർശനവുമായി CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വം. അലൻ ഷുഹൈബ്, തഹ ഫസൽ എന്നീ 2 ചെറുപ്പക്കാരെ UAPA ചുമത്തി കുടുക്കാൻ ശ്രമിച്ചു. ഇത് LDF സർക്കാരിന്റെ നയമല്ലെന്നും വിമർശനമുയർന്നു. പുസ്തകം ഇറക്കാൻ വേണ്ടി മാവോയിസ്റ്റ് നേതാവ് രൂപേഷ് നിരാഹാരം കിടക്കേണ്ടി വരുന്നു. പുസ്തകം പ്രചരിപ്പിക്കാൻ തടവുകാർക്ക് അവകാശമുണ്ടെന്ന് സുപ്രീം കോടതി വരെ പറഞ്ഞിട്ടുണ്ട്. സ്ഥിരമായി പൗരന്മാരെ തടങ്കലിൽ ഇടുന്ന സംസ്ഥാനമായി മാറരുത് കേരളം. ഇത് അംഗീകരിക്കാൻ CPIക്ക് കഴിയില്ല എന്നും ബിനോയ് വിശ്വം പറഞ്ഞു. രാഷ്ട്രീയമായ പ്രശ്നങ്ങളെ മറികടക്കാൻ വേണ്ടി, എതിരാളികളെ നിർവീര്യമാക്കാൻ വേണ്ടി മോദി ഗവൺമെൻറ്റോ ചില കോൺഗ്രസ് ഗവൺമെൻറ്റുകളോ നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന UAPA നടപ്പിലാക്കുന്ന ഗവൺമെൻറ്റായി നമ്മുടെ ഗവൺമെൻറ് മാറാൻ പാടില്ല. 2 ചെറുപ്പക്കാരുണ്ട് കോഴിക്കോട്, അലനും താഹയും.
ആ വിഷയം കൊച്ചു കാര്യമല്ല. അവർക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം തെറ്റാണ്. അത് മാവോയിസ്റ്റ് രാഷ്ട്രീയമാണ്. ആ തെറ്റാണെന്ന് പറയണം. CPIയും പറയും, എല്ലാവർക്കും പറയാൻ അവകാശമുണ്ട്. സംസ്ഥാനത്ത് കൊടും കുറ്റവാളികൾക്ക് സംരക്ഷണം കിട്ടുന്നുവെന്ന് CPI പത്തനംതിട്ട ജില്ലാ സമ്മേളനത്തിൽ രാഷ്ട്രീയ സംഘടനാ റിപ്പോർട്ട്. കൊടിസുനിയെ പോലെയുള്ളവർക്ക് ജയിലിൽ വിശ്രമ കേന്ദ്രം പോലെ കാപ്പ പോക്സോ പ്രതികൾക്ക് രാഷ്ട്രീയ സ്വീകരണം കിട്ടുന്നു. പോലീസുകാർ അമിത അധികാരം ഉപയോഗിക്കുന്നു. ADGP MR അജിത് കുമാറിനെ പോലെയുള്ളവർ മന്ത്രിമാരെ പോലും അംഗീകരിക്കുന്നില്ല എന്നും വിമർശനം. വിവിധ സർക്കാർ വകുപ്പുകളിൽ കുടുംബശ്രീ അംഗങ്ങളെ തിരികെ കയറ്റുന്നു. ഇത് PSCയെയും എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെയും നോക്കുകുത്തിയാക്കുന്നു. മൃഗസംരക്ഷണ വകുപ്പ് പ്രവർത്തനം തൃപ്തികരമല്ല എന്നും വിമർശനമുണ്ട്. ജമ്മുകശ്മീരിലുണ്ടായ മേഘവിസ്ഫോടനത്തെ തുടർന്നുണ്ടായ മിന്നൽ പ്രളയത്തിൽ മരണസംഖ്യ ഉയരുന്നു. ഇതുവരെ 46 പേരുടെ മരണം സ്ഥിരീകരിച്ചു. മരിച്ചവരിൽ 2 CISF ജവാന്മാരുമുണ്ട്. 100-ലധികം പേർക്കാണ് പരിക്കേറ്റത്. ഇതിൽ ചിലരുടെ നില ഗുരുതരമാണ്. NDRFന്റെ നേതൃത്വത്തിൽ രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നുണ്ട്. എത്ര പേരെ കാണാതായി എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരം ഇപ്പോഴും ലഭ്യമല്ല. 1000-ലധികം ആളുകൾ അപകട സമയത്ത് കിഷ്തോർ പ്രദേശത്ത് ഉണ്ടായിരുന്നതായി BJP MLA പറഞ്ഞു. കാളിമാതാ ക്ഷേത്രത്തിലേക്ക് പോകാനായി എത്തിയവരാണ് അപകടത്തിൽപ്പെട്ടത്. അതിനിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജമ്മുകശ്മീർ മുഖ്യമന്ത്രി ഒമർ അബ്ദുള്ളയുമായി സംസാരിച്ചു. തൃശൂർ ജില്ലയിലെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്ക് നാളെ അവധി. ജില്ലയിൽ ശക്തമായ മഴ തുടരുന്ന സാഹചര്യത്തിൽ മുൻകരുതൽ നടപടിയുടെ ഭാഗമായി നാളെ ജില്ലയിലെ പ്രൊഫഷണൽ കോളേജുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ അവധി പ്രഖ്യാപിച്ചു. CBSE, ICSE, കേന്ദ്രീയ വിദ്യാലയങ്ങൾ, അങ്കണവാടികൾ, മദ്രസകൾ, ട്യൂഷൻ സെന്ററുകൾ ഉൾപ്പെടെയുള്ള എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അവധി ബാധകമാണ്. മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്കും അഭിമുഖങ്ങൾക്കും മാറ്റം ഉണ്ടായിരിക്കില്ല. ചിങ്ങമാസ പൂജകൾക്കായി ശബരിമല നട നാളെ തുറക്കും. വൈകിട്ട് 5-ന് തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനരുടെ സാന്നിധ്യത്തിൽ മേൽശാന്തി അരുൺകുമാർ നമ്പൂതിരി നട തുറന്ന് ദീപം തെളിയിക്കും. ചിങ്ങമാസം 1-ന് രാവിലെ 5 മണിക്കാണ് നട തുറക്കുക. ഉഷപൂജയ്ക്ക് ശേഷം 7:30-ന് ശബരിമല കീഴ്ശാന്തിയെ തിരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് നടക്കും. ശ്രീകോവിലിന് മുന്നിൽ വെച്ചാണ് നറുക്കെടുപ്പ് നടക്കുക. ദേവസ്വം കമ്മീഷണർ B. സുനിൽകുമാർ നറുക്കെടുപ്പ് നടപടികൾക്ക് നേതൃത്വം നൽകും. രാവിലെ 9-ന് പമ്പ ഗണപതി ക്ഷേത്രത്തിലെ മേൽശാന്തിമാരെ തെരഞ്ഞെടുക്കുന്നതിനുള്ള നറുക്കെടുപ്പ് നടക്കും. ഓഗസ്റ്റ് 21 രാത്രി 10 മണിക്ക് നടയടയ്ക്കും. കോട്ടയം പാല ഈരാറ്റുപേട്ട റോഡിൽ പനക്കപ്പാലത്തിന് സമീപം ജീപ്പ് ടെമ്പോ ട്രാവലറിലേക്ക് ഇടിച്ചു കയറി ജീപ്പ് ഡ്രൈവർക്ക് പരിക്ക്. ഈരാറ്റുപേട്ട കളത്തൂക്കടവ് സ്വദേശി കുര്യച്ചനാണ് പരിക്ക് പറ്റിയത്. ഇദ്ദേഹത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. പരിക്ക് ഗുരുതരമല്ല. ഈരാറ്റുപേട്ട ഭാഗത്തേക്ക് പോവുകയായിരുന്ന ജീപ്പ് നിയന്ത്രണം വിട്ട് എതിരെ വരികയായിരുന്ന ട്രാവലറിൽ ഇടിച്ചു കയറുകയായിരുന്നു. CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുണ്ട്. അപകടത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻവശം തകർന്നു. ഈരാറ്റുപേട്ട പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ഇനി കായിക വാർത്തകൾ നോക്കിയാൽ കേരള ക്രിക്കറ്റ് ലീഗ് 2ാം സീസണിന് മുന്നോടിയായുള്ള സൗഹൃദ മത്സരം ഇന്ന് തിരുവനന്തപുരത്ത് നടക്കും. കാര്യവട്ടം ഗ്രീൻഫീൽഡ് സ്റ്റേഡിയമാണ് മത്സരത്തിന് വേദിയാകുന്നത്. ഇന്ത്യൻ താരം സഞ്ജു സാംസൺ നയിക്കുന്ന KCA സെക്രട്ടറി 11-ഉം സച്ചിൻ ബേബി നയിക്കുന്ന KCA പ്രസിഡന്റ് 11-ഉം തമ്മിലാണ് മത്സരം. സ്റ്റേഡിയത്തിലെ നവീകരിച്ച ഫ്ലഡ് ലൈറ്റുകളുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് രാത്രി 7:30-ക്കാണ് മത്സരം. KCLന്റെ 2ാം സീസൺ ഈ മാസം 21-നാണ് ആരംഭിക്കുന്നത്. യൂറോപ്പിൽ വീണ്ടും ഫുട്ബോൾ കാലം. ഇംഗ്ലീഷ് പ്രീമിയർ ലീഗും സ്പാനിഷ് ലീഗും ഇന്ന് തുടങ്ങും. ഇംഗ്ലണ്ടിനാണ് തീപാറുന്ന പോരാട്ടം. നിലവിലെ ചാമ്പ്യന്മാരായ ലിവർപൂളും ബോണിമൌത്തും തമ്മിലാണ് ആദ്യ പോരാട്ടം. ഇന്ത്യൻ സമയം രാത്രി 12:30-നാണ് മത്സരം. 20ാം കിരീടം ചൂടിയ ലിവർപൂൾ തന്നെയാണ് സാധ്യതയിൽ മുന്നിൽ. കഴിഞ്ഞ സീസണിൽ അപ്രതീക്ഷിതമായി തകർന്നടിഞ്ഞ മാഞ്ചസ്റ്റർ സിറ്റി തിരിച്ചുവരവിനായുള്ള ഒരുക്കത്തിലാണ്. കഴിഞ്ഞ 2 തവണയും കൈവിട്ട കിരീടം വീണ്ടെടുക്കാനുള്ള ഒരുക്കത്തിലാണ് ആഴ്സണൽ. സ്പാനിഷ് ഫുട്ബോൾ ലീഗിൽ ഇത്തവണയും ത്രികോണ പോരാട്ടമാണ്. റയൽ മാഡ്രിഡ്, ബാഴ്സലോണ, അത്ലറ്റിക്കോ മാഡ്രിഡ് ടീമുകളാണ് കിരീടത്തിനായി മുന്നിലുള്ളത്. ഇന്ന് ജിറോണയും റയോ വല്ലക്കാനോയും തമ്മിലാണ് ലീഗിലെ ആദ്യ മത്സരം.